സോറി, ഞാനിപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് ദ നഴ്സസ് ടീച്ചിങ് എ ക്ലയൻറ്റ് വിത്ത് ആസ്മ അബൌട്ട് ദ യൂസ് ഓഫ് എ പീക്ക് ഫ്ലോ മീറ്റർ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ദ ക്ലയൻറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ടീച്ചിങ്. അതായത് ഒരു ആസ്മ പേഷ്യൻസിന് പീക്ക് ഫ്ലോ മീറ്റർ ഒരു നേഴ്സ് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഓഫ് ടീച്ചിങ് മനസ്സിലാക്കേണ്ടതാണ് ആ ക്ലയൻറ്റിന് കാര്യം, മീൻസ് നേഴ്സ് പറഞ്ഞു കൊടുത്ത കാര്യം ആ ക്ലയൻറ്റിന് പ്രോപ്പറായിട്ട് അത് മനസ്സിലായി എന്നുള്ളത്. ക്ലയൻറ്റിൻ്റെ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഇത് തന്നേക്കുന്നതെല്ലാം പേഷ്യൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് തന്നേക്കുന്നത്. ഫസ്റ്റ് വൺ, ഐ ഷുഡ് ഓൺലി യൂസ് ദിസ് വെൻ ഐ ഫീൽ ഷോർട്ട് ഓഫ് ബ്രെത്ത്. അതായത് എനിക്ക് ശ്വാസം എടുക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോൾ മാത്രം ഞാനിത് ഉപയോഗിക്കത്തുള്ളൂ. അപ്പോൾ അതൊരു കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണോ? അല്ല. പീക്ക് ഫ്ലോ മീറ്റർ അങ്ങനെ ശ്വാസം മുട്ടലുള്ളപ്പോൾ മാത്രം എടുക്കുന്നതല്ല, അതൊരു ട്രീറ്റ്മെൻറ്റ് ഒരു മൊഡാലിറ്റിയിലുള്ളതാണ്. അപ്പോൾ അതിന് പ്രത്യേക അഡ്വൈസ് ഉണ്ട്. അല്ലെ ശ്വാസം മുട്ടൽ മാത്രമുള്ള ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ളപ്പോൾ മാത്രം എടുക്കേണ്ട ഒരു മെഷർ അല്ല പീക്ക് ഫ്ലോ മീറ്റർ. അടുത്ത, ഐ വിൽ ബ്ലോ ഇൻ ടു ദ മീറ്റർ ആസ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആസ് ഐ ക്യാൻ. അതായത് എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വളരെ ശക്തിയായിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ എയർ ബ്ലോ ചെയ്യുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതങ്ങനെ ചെയ്യാനും പാടില്ല. ആക്ച്വലി ഈ പീക്ക് ഫ്ലോ മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചെന്നാൽ ലങ് വോളിയം അല്ലെങ്കിൽ ലങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് മെയിനായിട്ടും അത് ആസ്മ ഡയഗ്നോസിസ് ഒക്കെയാണ് ഈ പീക്ക് ഫ്ലോ മീറ്റർ ഉപയോഗിക്കുന്നത്. ഈ പീക്ക് ഫ്ലോ മീറ്ററും സ്പൈറോമീറ്റർ പോലെ തന്നെയാണ്. സ്പൈറോമീറ്ററിൽ ബോത്ത് ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ നോക്കുന്നുണ്ട്. ബട്ട് പീക്ക് ഫ്ലോ മീറ്ററിൽ നമുക്ക് മാക്സിമം എക്സ്പിറേറ്ററി ഫ്ലോ എത്രയാണ്, അതായത് എത്രത്തോളം നമുക്ക് ശ്വാസം പുറത്തോട്ട് വിടാൻ പറ്റുമെന്നുള്ള നമ്മളുടെ ലങ് കപ്പാസിറ്റിയാണ് ഇതിനകത്ത് മെയിനായിട്ടും പീക്ക് ഫ്ലോ മീറ്ററിൽ നോക്കുന്നത്. മെയിനായിട്ടും ഇത് ആസ്മ ഡയഗ്നോസിസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്ത തേർഡ് വൺ, ഐ ഷുഡ് മെഷർ മൈ പീക്ക് ഫ്ലോ വൺസ് എ വീക്ക്. ചെക്ക് ചെയ്താൽ മതിയോ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആസ്മ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിന്? ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പീക്ക് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ പേഷ്യൻറ്റിൻ്റെ പ്രൊഗ്നോസിസ് നമുക്കറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ലങ് കപ്പാസിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പ്രോപ്പറായിട്ടൊരു സ്റ്റഡിക്ക് പറ്റത്തില്ല. ലാസ്റ്റ് വൺ, ഐ വിൽ റെക്കോർഡ് മൈ പീക്ക് ഫ്ലോ റീഡിങ് ഡെയിലി. യെസ്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. അതായത് നമ്മുടെ പീക്ക് ഫ്ലോ മീറ്റർ എന്ത് ചെയ്യണം, നമുക്ക് എത്രത്തോളം ആ ഒരു എയർ ബ്ലോ ചെയ്ത് ആ ബോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മളത് ഡെയിലി നമ്മൾ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, അത് ഒരു തവണയല്ല, സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് 2 to 3 times ഇൻ എ ഡെയിലി എന്നാണ് യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നാലാമത്തെ ഓപ്ഷനാണ്, ഐ വിൽ റെക്കോർഡ് മൈ പീക്ക് ഫ്ലോ റീഡിങ് ഡെയിലി.